بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചാണ്, കർമ്മങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഒരാൾ മരണപ്പെട്ടാൽ ഖബറടക്കാനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും വേഗം ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾ, സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ മുതലായ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പ്രതീക്ഷിച്ചിട്ടല്ലാതെ മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കൽ കുറ്റകരമാണ്. മയ്യത്ത് ജീർണിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന അവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ പോലുള്ള ചില പ്രത്യേക സാഹചര്യത്തിൽ ആരെയും പ്രതീക്ഷിച്ചുകൊണ്ട് മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ആരെ കൊണ്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ മയ്യത്തിനും ഉണ്ടാകാം. വയുബാദറു ഐ ഉജൂബൻ, നിർബന്ധമായി വേഗത്തിൽ ചെയ്യണം. ഇൻ ഖീഫ തഗയ്യുറഹു ബിത്തഅഖീരി, മയ്യത്തിനെ പിന്തിപ്പിച്ചാൽ മയ്യത്തിന് ജീർണ അവസ്ഥ ഉണ്ടാകും, മയ്യത്ത് ജീർണിക്കും എന്ന് ഭയപ്പെട്ടാൽ നിർബന്ധമായും ധൃതിയിൽ ചെയ്യണം. എന്ത്? മയ്യത്തിന് ബിഗസ്ലിഹി, മയ്യത്തിനെ കുളിപ്പിക്കൽ വേഗത്തിലാക്കണം. വൈല്ലാഫനതുവൻ, മയ്യത്ത് ജീർണിച്ചു പോകും, അത് പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിക്കും എന്നൊരവസ്ഥ ഭയപ്പെടുന്നില്ല എങ്കിൽ അല്പം പിന്തിപ്പിക്കൽ സുന്നത്താണ്. പിന്തിപ്പിക്കാതെ നേരത്തെയാക്കൽ സുന്നത്താണ്. ഭയപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായും ധൃതിയിൽ ആയിരിക്കണം. നേരത്തോട് നേരം കഴിഞ്ഞാലും മയ്യത്തിനെ കബറടക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന പതിവ് സർവ്വസാധാരണമായി നമ്മുടെ നാടുകളിലും മറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതെത്ര കുറ്റകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഇതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യംബഗി, പറ്റിയതല്ല, ഭൂഷണമല്ല, യോജിച്ചതല്ല, ലിജീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ ജനാസ, ആ ജനാസയോട് പറ്റിയതല്ല, ആ തുഹബസ, അതിന് തടഞ്ഞു വെക്കൽ, ആ ജനാസ വെച്ചുകൊണ്ടിരിക്കൽ, ബൈനൽ ലഹ്റാനൈ അഹ്ലിഹി, ആ മയ്യത്തിൻ്റെ കുടുംബാദികളുടെ മുമ്പിൽ, കുടുംബാദികളുടെ അടുക്കൽ മയ്യത്തിനെ തടഞ്ഞു വെക്കുക, വെച്ചുകൊണ്ടിരിക്കുക, അത് ഒരു മുസ്ലിമായ ജനാസയോട് യോജിച്ച കാര്യമല്ല, പറ്റിയതല്ല, വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, ലാ തഹബിസുഹു, ആ മയ്യത്തിനെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. വഅസ്രിഉ ബിഹി ഇലാ ഖബരിഹി, ആ മയ്യത്തിനെ, ആ മയ്യത്തിന്റെ ഖബറിലേക്ക് എത്രയും പെട്ടെന്ന് ധൃതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയത്തിൽ ആ ഹദീസിന് അവിടം വരെയാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഹദീസിന്റെ ബാക്കി ഭാഗം കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യമാണ്. വൽ യുഖ്റഅ ഇൻദ റഅസിഹി ബിഫാത്തിഹത്തിൽ, വൽ യുഖ്റഅ ഇൻദ റഅസിഹി ഫാത്തിഹത്തുൽ കിതാബ്, മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് ഫാത്തിഹത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആരംഭം, അതിന്റെ പ്രാരംഭം, അതിന്റെ തുടക്കം ഓതുക.
വഇൻദ റിജ്ലിഹി ബി ഖാത്തിമത്തിൽ ബഖറ, മയ്യത്തിന്റെ കാൽഭാഗത്ത് ബക്കറയുടെ അവസാനം ആമന റസൂലു, ആ ഭാഗം ഓതുക എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മിഷ്കാത്ത് 149 പേജിൽ കാണാം. ബാബു ദഫ്നിൽ മയ്യിത്ത്, മയ്യത്തിനെ കബറടക്കുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായത്തിൽ. അദ്കാറുൻ നബവി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അദ്കാറിൽ 149 അദ്കാറിലും കാണാം അപ്രകാരം തന്നെ. അപ്പോൾ എന്തു വേണം? ഒരാൾ മരിച്ചാൽ മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ആ മയ്യത്തിനെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണമെന്ന് മഹാനായ പ്രവാചകൻ. മറ്റൊരു കാര്യം, അതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ മരിച്ചാൽ കുടുംബാദികൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം, മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ്? അയാളുടെ കടബാധ്യതകളെ കുറിച്ച് അന്വേഷിച്ച് അത് പരിഹരിക്കണം. അതാണ് മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. അപ്പോൾ അനന്തര സ്വത്തിൽ നിന്ന് മയ്യത്ത് പരിപാലനത്തിന് വേണ്ടിയുള്ള, സംസ്കരണത്തിന് വേണ്ടിയുള്ള ആ ആവശ്യത്തിനുള്ള സമ്പത്ത് മാറ്റിയിട്ട് ബാക്കി എന്ത് വേണം? ബാക്കി വരുന്ന അനന്തര സ്വത്തിൽ നിന്ന് കടബാധ്യതകൾ തീർക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കണം. കാരണം മനുഷ്യരോടുള്ള ബാധ്യത തീർക്കേണ്ട സ്ഥലം ദുന്യാവാണ്. ഇവിടെയാണ് മനുഷ്യരോടുള്ള ബാധ്യത തീർക്കേണ്ടത്. താനോ തൻ്റെ മരണശേഷം അവകാശികളോ ഇത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കടബാധ്യതകൾ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് അത് വീട്ടണമെന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി നിർദ്ദേശിച്ചത്. കടബാധ്യതകൾ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ല, നഫ്സുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ആത്മാവ്, മുഅല്ലഖത്തുൻ ബിദൈനിഹി, അവന്റെ കടത്തോട് ബന്ധിക്കപ്പെടുന്നതാണ്, അവന്റെ ബാധ്യതയോട്, കടബാധ്യതയോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹത്താ യുഖ്ല, ആ കടത്തെ അവൻ വീട്ടപ്പെടുന്നത് വരെ അവന്റെ ആത്മാവ് കടത്തോട് ബന്ധപ്പെട്ടിരിക്കും. ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞ് മയ്യിത്ത് തൊട്ട് മുമ്പായിട്ട് കടബാധ്യതകളെ കുറിച്ചൊന്ന് പറയും. ആ പറയൽ മാത്രം. മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കടബാധ്യത തീർക്കേണ്ട കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ആദ്യം മയ്യിത്ത് സംസ്കരണത്തിനുള്ള, പരിപാലനത്തിനുള്ള സമ്പത്ത് നീക്കിവെക്കണം. ബാക്കിയുള്ള സമ്പത്തിൽ നിന്ന് മയ്യത്തിന്റെ കടബാധ്യതകൾ തീർക്കണം. പിന്നെ നിയമാനുസൃതമായ നിലയിൽ അവന്റെ ആ മയ്യത്തിന്റെ വസിയത്തുകൾ നടപ്പാക്കണം. മയ്യത്തിന്റെ അന്ത്യമായിട്ടുള്ള ആ വസിയത്ത് അത് നടപ്പിൽ വരുത്തണം. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിനോടുള്ള ബാധ്യതകൾ, ആ മയ്യത്തിനോടുള്ള കടപ്പാടുകൾ, ആ മയ്യത്തിനോട് നാം അനുവർത്തിക്കേണ്ട കർമ്മങ്ങൾ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എങ്ങനെ മരിക്കേണ്ടി വന്നാലും, എപ്പോൾ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, സന്താനങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയും മറ്റുമെല്ലാം പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. അവിടെ എല്ലാവിധ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.